കഥയുടെ തുടക്കത്തിൽ കുറേയധികം സോൾജേഴ്സിനെയാണ് കാണിക്കുന്നത്. ഇവർ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോൾജേഴ്സ് ആണ്. അതുമല്ല, ഇപ്പൊ മനുഷ്യരൊന്നും ഭൂമിക്ക് മുകളിൽ താമസിക്കാറില്ല. കാരണം സ്പേസിൽ നിന്ന് എന്തോ ഒരു ഏലിയൻ ഭൂമിയിലോട്ട് വന്നു വീണു. അത് മനുഷ്യരെ എല്ലാം ആക്രമിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും അണ്ടർഗ്രൗണ്ടിലാണ് താമസിക്കുന്നത്. ഭൂമിക്ക് താഴെ കുറച്ച് അറകൾ ഉണ്ടാക്കിയിട്ട് അതിലാണ് താമസിക്കുന്നത്. എന്നാൽ ഈ ഭൂമിക്ക് പുറത്തു വരാനായിട്ട് അനുവാദമുള്ളതും സോൾജേഴ്സിന് മാത്രമാണ്. സോൾജേഴ്സിന് ഭൂമിക്ക് പുറത്തു വന്നിട്ട് ആ ഒരു മൃഗങ്ങളെ ആക്രമിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഭൂമിക്ക് മുകളിലായിട്ട് കുറച്ചധികം ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അവര് കുറച്ചധികം ആൾക്കാരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഗവൺമെന്റ് തന്നെ ഒരു സ്ഥലത്ത് വലിയൊരു മതില് കെട്ടിയിട്ടുണ്ട്. ആ മതിലിന്റെ അകത്ത് അവർ അണ്ടർഗ്രൗണ്ടിൽ താമസിക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് വരുന്ന എല്ലാ ആൾക്കാരെയും അവിടെ കയറ്റും. അങ്ങനെ കുറെ അധികം മനുഷ്യര് ആ ഒരു സ്ഥലത്തോട്ട് വരുന്നുണ്ട്. വലിയൊരു മതിലാണ്. അതിന്റെ ഉള്ളിൽ എന്തായാലും ആ ഒരു മൃഗത്തിന് കയറാനായിട്ട് സാധിക്കത്തില്ല. എന്തായാലും നേരത്തെ കാണിച്ച കുറച്ച് സോൾജേഴ്സ് ഇല്ലേ, അതേപോലത്തെ കുറെ അധികം സോൾജേഴ്സിനെ വണ്ടിയിൽ കയറ്റിയിട്ട് എങ്ങോട്ടോ കൊണ്ടുപോവാണ്. നല്ലൊരു കാട്ടിലോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാട്ടിന്റെ പല ഭാഗത്തായിട്ട് പല സോൾജേഴ്സിനെ ഇറക്കി വിടുന്നുണ്ട്. അതിലൊരു സോൾജറാണ് നമ്മുടെ നായകൻ. അവന് നമുക്ക് ഡേവിഡ് എന്ന് പേര് കൊടുക്കാം. ഡേവിഡ് അവന്റെ യൂണിഫോമും ഹെൽമെറ്റ് ഒക്കെ ധരിച്ചിട്ട് ആ ഒരു കാട്ടിലൂടെ നടന്ന് ഒരു ടവറിന്റെ അടുത്ത് വരുന്നുണ്ട്. ഇനി മുതൽ അടുത്ത 100 ദിവസത്തേക്ക് അവൻ ഈ ടവറിലാണ് താമസിക്കാനായിട്ട് പോകുന്നത്. ടവറിൽ ഇരുന്നിട്ട് അവൻ ഈ പരിസരം മുഴുവൻ നിരീക്ഷിക്കും. കാരണം ഈ ഒരു ടവറിന് ചുറ്റും വല്ല ജീവികളുണ്ടെങ്കിൽ അവന് ബാക്കിയുള്ള സോൾജേഴ്സിനോട് വിവരം അറിയിച്ചിട്ട് ഈ ജീവികളെല്ലാം കൊന്നുകളയാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് അവൻ ടവറിൽ വന്നേക്കാണ്. ആ ടവറിന്റെ ഉള്ളിൽ കയറുന്നുണ്ട്. എന്നിട്ട് അവിടെ തന്നെ ഒരു ഏണിയുണ്ട്. ആ ഏണി വഴി മുകളിലോട്ട് പതിയെ പതിയെ കയറി ചെല്ലാണ്. കയറി ചെല്ലുമ്പോൾ ആരുമില്ല, അവൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അവന്റെ തലയിലുള്ള ഹെൽമെറ്റ് ഒക്കെ എടുത്ത് മാറ്റാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അതിനുശേഷം അവിടെ തന്നെ കുറെ അധികം കമ്പ്യൂട്ടറുകളുണ്ട്. അതിന്റെ മുമ്പിൽ പോയി ഇരിക്കുകയാണ്. അവന്റെ വിരൽ വെക്കുന്ന നേരത്ത് അവന്റെ DNA അതിൽ പതിയുന്നുമുണ്ട്. എന്തായാലും ആ കമ്പ്യൂട്ടറൊക്കെ നോക്കി കഴിഞ്ഞിട്ട് അവൻ ഫുഡ് കഴിക്കുന്ന ഏരിയയിൽ ചെല്ലുകയാണ്. അതൊരു റൂമാണ്. എന്നാൽ അതെല്ലാം അലങ്കോലമായിട്ട് കിടക്കാണ്. നേരത്തെ ഇവിടെ താമസിച്ച ആള് അത് വൃത്തിയാക്കി ഇട്ടിട്ടില്ല. എന്തായാലും അവൻ അതെല്ലാം വൃത്തിയാക്കാണ്. എല്ലാ കാര്യങ്ങളും അടുക്കി പറക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവൻ സാധാരണ ഫുഡ് അല്ല കഴിക്കുന്നത്, പകരം പാക്കറ്റ് ഫുഡാണ്. അപ്പൊ അതെല്ലാം അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഭൂമിയിലുള്ള ഇപ്പൊ ഉള്ള മനുഷ്യരെല്ലാരും അങ്ങനത്തെ ഫുഡാണ് കഴിക്കുന്നത്. ഇതിനുശേഷം അവൻ വീണ്ടും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ പോയിരിക്കുകയാണ്. അവന്റെ മുകളിലുള്ള ആൾക്കാർക്ക് അവൻ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ ചുറ്റും പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നീട് അവൻ ആ ടവറിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബങ്കർ ഉണ്ട്. ആ ബങ്കറിലോട്ട് നടന്നു പോവാണ്. അവിടെ ചെല്ലുമ്പോൾ ഡോറ് തുറക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് അവന്റെ DNA ഉപയോഗിച്ചിട്ടാണ് തുറക്കുന്നത്. അങ്ങനെ തുറന്ന് അകത്ത് കയറുകയാണ്. അകത്ത് വലുതായിട്ടൊന്നുമില്ല, ഒരു ചെറിയ ബങ്കറാണ്. എന്തെങ്കിലും അപകടം വരുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാനായിട്ട് സാധിക്കും. അവൻ ആ ബങ്കറിൽ വരുമ്പോൾ അവിടെ നിന്ന് അവനൊരു പാവയെ കിട്ടാണ്. തലയാട്ടി കളിക്കുന്ന ഒരു കുഞ്ഞി പാവ. ആ പാവനെ എടുത്തുകൊണ്ട് അവൻ ആ ടവറിൽ തിരിച്ചു വരുന്നുണ്ട്. ആ ടവറിൽ വന്ന് നിന്ന് ചുറ്റും നിരീക്ഷിക്കുകയാണ്. ചുറ്റും കാടാണ് കേട്ടോ. ആ കാടിനെയാണ് അവൻ നിരീക്ഷിക്കുന്നത്. ഈ കാട്ടിനുള്ളിൽ ഏലിയൻസ് കാണാം. അതുപോലെ തന്നെ അവന് വലിക്കാനായിട്ട് സിഗരറ്റ് എല്ലാം അവൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പട്ടാളക്കാർക്ക് സിഗരറ്റ് ഒക്കെ കൊടുക്കും കേട്ടോ. എന്തായാലും അന്ന് രാത്രി കിടന്നുറങ്ങുന്ന നേരത്ത് ഒരു 2 പെൺകുട്ടികളെ സ്വപ്നം കാണുന്നുണ്ട്. അവൻ അതും കണ്ടിട്ടാണ് എണീക്കുന്നത്. എന്നാൽ ആ നേരം അവന്റെ കണ്ണിൽ വെട്ടം അടിക്കുന്നുണ്ട്. ഇവന് കൃത്യസമയത്ത് എണീറ്റേ പറ്റൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആണ് അവന്റെ കണ്ണിൽ വെട്ടം അടിക്കുന്നത്. ആ വെട്ടം കണ്ടിട്ട് അവൻ എണീക്കുകയാണ്. പിന്നീട് അവൻ പോയി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുളിക്കുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് അവൻ കാട്ടിലോട്ട് പോകുന്നുണ്ട്. കാട്ടിന്റെ ഒരു പരിസരം വരെ അവന് പോകാനായിട്ട് സാധിക്കും. അതിനപ്പുറത്തോട്ട് അവന് പോകാനായിട്ട് സാധിക്കത്തില്ല. അതെന്താന്ന് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. അങ്ങനെ ഇതേ റൂട്ടീനായിട്ട്, അതായത് എന്നും ഒരുപോലെ ചെയ്ത് കുറെ അധികം ദിവസം മുമ്പോട്ട് പോവാണ്. ഒരു ദിവസം അവൻ അവന്റെ കയ്യിലുള്ള ഫുഡൊക്കെ റെഡിയാക്കി കഴിക്കുകയാണ്. അതൊന്നും ചെയ്യണ്ട, ആ പാക്കറ്റിലുള്ള ഫുഡ് പാത്രത്തിൽ തട്ടുക, അതിനകത്ത് വെള്ളം ഒഴിക്കുക, കലക്കി തിന്നുക. അങ്ങനെ തിന്നോണ്ടിരിക്കുമ്പോൾ അവനൊരു ശബ്ദം കേൾക്കാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ അതൊരു എലിയാണ്. ആ എലീനെ ചെന്ന് നോക്കുമ്പോഴോട്ടെ അത് അവിടെ നിന്ന് പോയി കഴിഞ്ഞു. അവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, അതിനുള്ളിലോട്ട് കയറി പോവാണ് ചെയ്തത്. അവൻ അതിനെ പിടിക്കാനായിട്ട് സാധിച്ചില്ല. ഇതിനുശേഷം വീണ്ടും കമ്പ്യൂട്ടറിന് മുമ്പിൽ പോയി ഇരുന്നിട്ട് അവന്റെ ബോസിനെ റിപ്പോർട്ട് ചെയ്യാണ്. ഇന്ന് പ്രശ്നങ്ങളൊന്നും നടന്നില്ലല്ലോ. അങ്ങനെ അതൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി കിടന്നുറങ്ങും. ഉറക്കത്തിൽ വീണ്ടും അവൻ സ്വപ്നം കാണാണ്. മറ്റൊന്നുമല്ല, ആ 2 പെൺകുട്ടികളെയാണ് സ്വപ്നം കാണുന്നത്. പെട്ടെന്നായിരിക്കും അവന്റെ കണ്ണിലോട്ട് ലൈറ്റ് അടിക്കുന്നത്. അതായത് രാവിലെ ആയിട്ടുണ്ട്. അവൻ വീണ്ടും എണീക്കുകയാണ്. എന്നും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാണ്. കഴിക്കുക, കുളിക്കുക, വർക്കൗട്ട് ചെയ്യുക, പിന്നെ കാട്ടിൽ പോവുക. ഈ കാട്ടിൽ പോകുന്ന നേരത്ത് കാട്ടിൽ നിന്നൊരു പ്രത്യേക ശബ്ദം വരുന്നുണ്ട്. പക്ഷെ അത് എന്ത് ജീവിയാണെന്ന് അവന് അറിയത്തില്ല. എന്നാൽ നല്ല രീതിയിൽ ശബ്ദം വരുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ദിവസങ്ങൾ കടന്നു പോവാണ്. ഇനി ആകെ 87 ദിവസം മാത്രമേ ഉള്ളൂ. അതായത് 100 ദിവസം താമസിക്കുന്നതടുത്ത് അവൻ 87 ദിവസം കൂടെ ഇനി താമസിച്ചാൽ മതി. കാരണം ബാക്കി 13 ദിവസം അവൻ താമസിച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്ന് 14ാമത്തെ ദിവസമാണ്. അവ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ അവന്റെ നെഞ്ചിലായിട്ട് എലി ഇരിപ്പുണ്ട്. ആ ഒരു വെള്ള എലിയില്ലേ, ആ എലി തന്നെ. എത്രയും പെട്ടെന്ന് തന്നെ അവൻ അതിനെ പിടിക്കുകയാണ്. അതിനെ പിടിച്ചിട്ട് അവൻ ടേബിളിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഹെൽമെറ്റ് വെച്ച് അടയ്ക്കുന്നുണ്ട്. ആ എലി രക്ഷപ്പെട്ടു പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ആ എലിക്ക് ആഹാരം കൊടുക്കാനായിട്ട് ആഹാരം തൊട്ടടുത്ത് നിന്ന് വലിച്ചെടുക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷെ ആ നേരം കൊണ്ട് ആ എലിയാണെങ്കിൽ ഹെൽമെറ്റിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു പോയി. എന്തായാലും പിന്നീട് അവൻ പോയി ആ ഒരു കമ്പ്യൂട്ടറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നോക്കുന്ന നേരത്ത് ഈ ഒരു ടവറിന് ചുറ്റും CCTV വെച്ചിട്ടുണ്ട്. അത് അവന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും വീണ്ടും ദിവസങ്ങൾ കടന്നു പോവാണ്. ഇന്നേക്ക് 30ാമത്തെ ദിവസം കടന്നു പോയിട്ടുണ്ട്. അവ രാവിലെ തന്നെ എണീറ്റിട്ട് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിച്ച്
കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തായിരിക്കും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു എലി ഉണ്ടല്ലോ, അത് വിശന്നിട്ട് അവന്റെ അടുത്തോട്ട് വരുന്നത്. അവനും ആ എലിക്ക് കുറച്ച് ഫുഡ് എടുത്ത് കൊടുക്കുകയാണ്. എന്നാൽ ആ ഫുഡ് വെച്ചേക്കുന്നത് എലി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ കയ്യിൽ കുറച്ചാക്കിയിട്ട് ആ എലിക്ക് കൊടുക്കുകയാണ്. ആ എലി നല്ല സ്നേഹത്തോടു കൂടി തന്നെ അവന്റെ കയ്യിലുള്ള ഫുഡൊക്കെ നക്കിയെടുത്ത് തിന്നെയാണ്. അവനത് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും അവൻ ആ എലിക്ക് ഫുഡ് കൊടുക്കുന്ന നേരത്തായിരിക്കും അലാം കേൾക്കുന്നത്. എന്താണെന്ന് ചെന്ന് നോക്കുമ്പോൾ ഒരു ക്യാമറ വർക്ക് ആവുന്നില്ല. അത് കാടിനുള്ളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ യൂണിഫോം ഒക്കെ എടുത്തിട്ട് അവന്റെ ഹെൽമെറ്റും എടുത്തിട്ടിട്ട് ആ കാടിനുള്ളിലോട്ട് പോവാണ്. അങ്ങനെ പോകുമ്പോഴാവട്ടെ അവിടെ തന്നെ ചെറിയൊരു തൂണുണ്ട്. ആ തൂണിലാണ് ക്യാമറ സെറ്റ് ചെയ്തേക്കുന്നത്. ആ ഒരു ക്യാമറ അവൻ മാറ്റുന്നുണ്ട്. ആ ക്യാമറ ശരിയാക്കിയിട്ട് അവൻ തിരിച്ചു പോകാനായിട്ട് നിൽക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കാട്ടിനുള്ളിൽ നിന്ന് കേൾക്കാണ്. അതെന്താണെന്ന് അറിയാനായിട്ട് അവൻ ആ ഒരു സ്ഥലത്തോട്ട് ചെന്ന് നോക്കുമ്പോഴാവട്ടെ ഒരു കാക്കേനെ മരത്തില് കൊന്ന് കെട്ടിത്തൂക്കിയിട്ടേക്കുന്നു. ആ കാക്കയുടെ തലയിലാണെങ്കിൽ ഒരു ലോക്കറ്റും കിടപ്പുണ്ട്. പക്ഷെ ഇത് ആരാ ചെയ്തതെന്ന് അവൻ അറിയത്തില്ല. അവൻ വിചാരിക്കുന്നത് എന്താ ഏലിയൻസ് ആണ് ഇത് ചെയ്തതെന്നാണ്. എന്തായാലും ആ ഒരു കാക്കയുടെ കഴുത്തിൽ കിടക്കുന്ന ലോക്കറ്റ് അവ എടുത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം അവ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ ചുറ്റും ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് പരക്കുന്നുണ്ട്. അങ്ങനെ ഗ്യാസ് പരക്കുന്ന നേരത്ത് അവന്റെ കയ്യിലുള്ള ഡിവൈസിൽ അലാം കേൾക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ തന്നെ വലിയൊരു വാച്ച് പോലത്തെ ഡിവൈസ് ഉണ്ട്. അതിൽ നിന്നാണ് കേൾക്കുന്നത്. അത് അവന് ശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. ആ ഒരു ടോക്സിക് ഗ്യാസ് അവന് ശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ഒരു സിലിണ്ടർ ഉണ്ടായിരുന്നു, ഓക്സിജന്റെ ചെറിയൊരു സിലിണ്ടറാണ്. അതെടുത്ത് അവന്റെ മാസ്കിൽ ഘടിപ്പിച്ചിട്ട് അവൻ അതുവഴി നടക്കാൻ കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഗ്യാസ് അവൻ ശ്വസിക്കത്തില്ല. പിന്നീട് അവൻ ഒരു ഗ്യാസ് ഇല്ലാത്ത സ്ഥലത്ത് വന്നിട്ട് ഒരു സ്ഥലത്തിരിക്കുകയാണ്. അവിടെ തന്നെ കുറെ അധികം പായലുകളുണ്ട്. ആ പായൽ അവൻ കഴിക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അത് പറ്റില്ല. ഒരു വൃത്തികെട്ട ചൊവ്വയാണ്. അതുകൊണ്ട് തന്നെ കഴിച്ച പായല് അവൻ തുപ്പിക്കളയുന്നുണ്ട്. ഇതിനുശേഷം അവൻ അവന്റെ ടവറിൽ വന്നിട്ട് അവന്റെ ബോസിനെ വിളിച്ച് കാര്യം പറയും. ഇത് കണക്ക് കാക്കേൻ ആരോ മരത്തിൽ കൊന്നു തൂക്കിയിട്ടിട്ടുണ്ട്. അതിപ്പോ ഏലിയൻസിന്റെ പരിപാടിയാണോ എന്ന്. പക്ഷെ ബോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏലിയൻസ് എന്തായാലും സാധാരണ ജീവികളെ കൊല്ലത്തില്ല. പകരം മനുഷ്യരെ മാത്രമേ ഏലിയൻസ് കൊല്ലത്തുള്ളൂ. അപ്പൊ ഇത് ഏലിയൻസ് ചെയ്തതല്ല എന്ന് അവന് മനസ്സിലായി. എന്തായാലും ബോസുമായിട്ട് സംസാരിച്ചിട്ട് ആ ഒരു കോള് കട്ട് ചെയ്യാണ്. അന്നേരമായിരിക്കും അവന്റെ എലി അങ്ങോട്ട് വരുന്നത്. ആ എലി ഇപ്പൊ അവനോട് നല്ല രീതിയിൽ കൂട്ടായിട്ടുണ്ട്. ആ എലിയുടെ കാര്യം അവന്റെ ബോസിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ആ എലീനെ കൊന്നു കളയാനായിട്ട് ബോസ് പറയൂ. അതുകൊണ്ടാണ് നമ്മളെ ഡേവിഡ് അത് പറയാത്തത്. പിന്നീട് അവൻ വീണ്ടും കാട്ടിൽ പോകുന്നുണ്ട്. കാട്ടിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുകയാണ്. നോക്കുമ്പോൾ എന്തോ ഒരു വ്യത്യസ്ത ജീവി അവിടെ ഓടി പോകുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് അവൻ കൃത്യമായിട്ട് കണ്ടിട്ടില്ല. അവൻ തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കുമെങ്കിലും അത് കഴിഞ്ഞതുമില്ല. കാരണം ആ ഒരു സാധനത്തിന് കിട്ടണ്ടേ. പിന്നീട് അവൻ ടവറിൽ വന്നിട്ട് വീണ്ടും ബോസിന്റെ അടുത്ത് കാര്യം പറയാണ്. പക്ഷെ ബോസ് പറയുന്നത് മറ്റൊന്നുമല്ല, അത് എന്തെങ്കിലും ജീവി ആയിരിക്കണം. ഇല്ലെങ്കിൽ ആ ഒരു അലാം ഡിറ്റക്ട് ചെയ്യേണ്ടതാണ്. ഏലിയൻസിനെ കാണുവാണെങ്കിൽ ആ അലാം ഡിറ്റക്ട് ചെയ്തിട്ട് ശബ്ദം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അത് ഏലിയൻ അല്ല, പകരം എന്തെങ്കിലും ജീവിയാണെന്നാണ് അവനോട് പറയുന്നത്. എന്തായാലും അവൻ എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനൊരു സ്ഥലത്ത് വരികയാണ്. ആ ടവറിൽ തന്നെയുള്ള ഒരു റൂമിലാണ്. അവൻ കഴിക്കാനൊക്കെ വരത്തില്ലേ ഒരു റൂം. ആ റൂമിൽ വന്ന് നോക്കുമ്പോൾ ഷെൽഫിന്റെ പിറകിലായിട്ട് കുറച്ച് ചോരക്കറ പറ്റിയിരിപ്പുണ്ട്. ഭിത്തിയിലായിട്ടാണ് പറ്റിയിരിക്കുന്നത്. അത് എവിടെ നിന്ന് വന്നെന്ന് അവൻ അറിയത്തില്ല. ഇനി ഇവിടെ വെച്ച് ആരെങ്കിലും സൂയിസൈഡ് ചെയ്തൊന്നും അറിയാൻ പാടില്ല. അത് അവൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ സൂയിസൈഡ് ചെയ്തതൊന്നുമല്ല, തോക്ക് ഉപയോഗിച്ച് സ്വന്തം തലയ്ക്ക് വെടിവെച്ച് ചത്തേന്നും അല്ല, വേറെ എന്തോ സംഭവിച്ചതാണ്. എന്തായാലും അവിടെയുള്ള ഷെൽഫൊക്കെ അവൻ പരിശോധിച്ച് നോക്കുകയാണ്. കുറെ അധികം ഷെൽഫുകളുണ്ട്, അതെല്ലാം പൂട്ടിയിട്ടേക്കാണ്. അത് കുത്തി തുറക്കാനായിട്ട് അവൻ നോക്കും. അതിലുള്ള ലോക്ക് ഒരു സ്ലൈഡ് വെച്ച് കുത്തി തുറക്കാനായിട്ട് നോക്കും. പക്ഷെ നടക്കുന്നില്ല. അവസാനം അവൻ ആ ഒരു ലോക്ക് അടിച്ചു പൊട്ടിക്കുകയാണ്. എന്നിട്ട് ഷെൽഫ് തുറന്ന് നോക്കുമ്പോൾ അതിൽ ഇതിനു മുമ്പ് താമസിച്ച ആളുടെ സാധനമാണ് ഇരിക്കുന്നത്. അവൻ ആ ഒരു ഷെൽഫിനുള്ളിൽ നിന്ന് ഒരു ബുക്ക് കിട്ടുന്നുണ്ട്. ആ ബുക്ക് തുറന്ന് നോക്കുമ്പോൾ ഒരുപാടധികം ചിത്രങ്ങളാണ് വരച്ചു വെച്ചിരിക്കുന്നത്. മനുഷ്യരെ വരച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ അവന്റെ കൂടെയുള്ള എലീനെ വരച്ചു വെച്ചിട്ടുണ്ട്. ആ എലിക്ക് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിന്നെ ആരോ വരച്ചു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ എലിയും അതുപോലെ തന്നെ നേരത്തെയുള്ള ആളും നല്ല കൂട്ടായിരുന്നു കാണാം. അതുകൊണ്ടായിരിക്കും ഈ പടം വരച്ചത്. അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ വരച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ അവൻ നോക്കുകയാണ്. അവന് നല്ല സംശയമാവുന്നുണ്ട്, ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, ഇനിയിപ്പോ ഗവൺമെന്റ് അവരെ വല്ലതും പറ്റിക്കുകയാണോ ഏലിയൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ആ ഒരു സംശയമൊക്കെ അവന്റെ മനസ്സിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ അവൻ കാട്ടിലോട്ട് ഇറങ്ങി നടന്നു പോകും. അങ്ങനെ നടന്ന് അവനൊരു ഏരിയ കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ഏരിയക്ക് അപ്പുറം പോകാൻ പറ്റത്തില്ല. ആ ഒരു ഏരിയയിൽ വന്നിട്ട് അവൻ പുറത്തോട്ട് പോകാനായിട്ട് നോക്കുമ്പോൾ അവനെ കൊണ്ട് കഴിയുന്നില്ല. അവന്റെ കാലിൽ ഷോക്ക് അടിക്കുകയാണ്. കാരണം അവന്റെ കാലിനുള്ളിൽ ഒരു ഡിവൈസ് ഉണ്ട്. ആ ഒരു ഡിവൈസ് കാരണമാണ് അവന് ഷോക്ക് അടിച്ചിരിക്കുന്നത്. ഒരു ഏരിയ കഴിഞ്ഞ് അവന് പോകാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവ ഇഴഞ്ഞൊരു സൈഡിലോട്ട് മാറുമ്പോഴാണ് ആ ഒരു ഷോക്ക് അടി നിൽക്കുന്നത്. അവന് മനസ്സിലായി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റത്തില്ല. ഒരു ഏരിയ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ മാത്രമായിട്ട് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന്. എന്തായാലും ആ ഒരു സ്ഥലത്തല്ലേ പോകാനായിട്ട് പറ്റാത്തതുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തിനപ്പുറം എന്താണെന്ന് അറിയാനായിട്ട് അവൻ മരം കയറി നോക്കും. അങ്ങനെ മരം കയറി നോക്കുമ്പോഴാവട്ടെ അങ്ങ് ദൂരെയായിട്ട് ഒരു ടവർ കാണാം. അവൻ താമസിക്കുന്ന പോലെ ഒരു ടവർ. ആ ടവറിനുള്ളിൽ ഒരു മനുഷ്യനുണ്ടെന്ന് അവന് മനസ്സിലായി. അവന്റെ കയ്യിൽ ഒരു ലോക്കറ്റ് ഉണ്ട്. അവന് നേരത്തെ കിട്ടിയ ലോക്കറ്റില് അതൊരു മിറർ പോലെ വർക്കാവും, ഒരു കണ്ണാടി പോലെ. അവൻ അത് എടുത്തിട്ട് അതിലെ വെയില് റിഫ്ലക്ട് ചെയ്തിട്ട് ആ ഒരു ബിൽഡിങ്ങിലോട്ട് അടിക്കുകയാണ്. പക്ഷെ ആ ബിൽഡിങ്ങിലുള്ള ആരും കാണുന്നില്ല. എന്തായാലും അവൻ മരത്തിൽ നിന്നൊക്കെ പുറത്തിറങ്ങി അവന്റെ ടവറിൽ തിരിച്ചു വരികയാണ്. അങ്ങനെ രാത്രി ആവുന്ന നേരത്ത് അവൻ കമ്പ്യൂട്ടർ നോക്കി അങ്ങനെ ഇരിക്കും. പെട്ടെന്നായിരിക്കും അവന്റെ പിന്നിലൂടെ എന്തോ പോകുന്നതായിട്ട് അവന് തോന്നുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കറണ്ടും പോവാണ്. എന്താ സംഭവിച്ചെന്ന് അവന് മനസ്സിലായില്ല. എത്രയും പെട്ടെന്ന് തന്നെ കറണ്ട് വരുന്ന സ്വിച്ചിന്റെ അടുത്ത് ചെല്ലുകയാണ്. അതിൽ പിടിച്ച് എന്തൊക്കെയോ ചെയ്യുമ്പോൾ
കുറച്ചു നേരം കറണ്ട് മിന്നി മിന്നി വരുന്നുണ്ട്, വീണ്ടും ഓഫ് ആവുകയാണ്. അതുപോലെ പുറത്തു നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്, ആരോ ഓടിപ്പോകുന്നത് പോലെ. എത്രയും പെട്ടെന്ന് തന്നെ അവൻ തോക്കെടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങി ചെല്ലും. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാവട്ടെ കാട്ടിലൂടെ എന്തോ പോകുന്നതായിട്ട് അവന് തോന്നുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിലുള്ള തോക്കെടുത്ത് ആ ഒരു സാധനത്തിന് നേരെ ഷൂട്ട് ചെയ്യാണ്. അവിടെ പോയി ആ ഒരു ബുള്ളറ്റ് പതിക്കുന്നുണ്ട്. ചെറിയൊരു തീപിടുത്തം നടക്കുകയാണ്. അവൻ അവിടെ എന്താ നടന്നതെന്ന് അറിയാനായിട്ട് ഓടി ചെല്ലും. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞു കാക്ക ഉണ്ടല്ലോ, അതാണെങ്കിൽ കത്തി നശിച്ച് കിടക്കുന്നു. അതിന് ജീവനുണ്ട്, പക്ഷെ ദേഹമെല്ലാം പൊള്ളി കിടക്കുകയാണ്. അവൻ ആ ഒരു ഫ്ലെയിം ഷൂട്ട് ചെയ്ത നേരത്ത് ആ ഒരു കാക്കയ്ക്കാണ് ബാധിച്ചത്. പക്ഷെ ഇവിടെ കയറിയ ആ ഒരു വലിയ ജീവിക്ക് ബാധിച്ചിട്ടില്ല, അത് ഓടി രക്ഷപ്പെട്ടു പോയി. ഇതിനുശേഷം അവൻ ടവറിൽ തിരിച്ചു വന്നിട്ട് ബോസിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഇതെനിക്ക് ടവറിനുള്ളിൽ ആരോ കയറിയിട്ടുണ്ടായിരുന്നു, അതുപോലെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു, ഈ ടവറിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ബോസ് ഒരു കാര്യം പറയും. ഇനി ആകെ 40 ദിവസം കൂടെ അവൻ ഇവിടെ താമസിച്ചാൽ മതി. ഇപ്പൊ ഈ കറണ്ട് പോകുന്ന പ്രശ്നമാണെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെ പറഞ്ഞുവിടാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടവറിനുള്ളിൽ ആരും കയറാനായിട്ടുള്ള സാധ്യതയില്ല, അത് അവന്റെ തോന്നലാന്നും കൂടെ പറയാണ്. പക്ഷെ നമ്മുടെ ഡേവിഡിന് അറിയാം അത് അവന്റെ തോന്നലല്ല, എന്തിനും അവൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ബോസ് സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുന്ന നേരത്ത്, അതായത് കോള് കട്ട് ചെയ്യുന്ന നേരത്ത് അവൻ ആ CCTV എല്ലാം പരിശോധിച്ച് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അവനൊരു കാര്യം കാണുന്നുണ്ട്. അതായത് ആ കറണ്ട് പോകുന്നതിന്റെ ലൈറ്റ് അണയുന്നതിന്റെ തൊട്ട് മുമ്പാകെ അവന്റെ പിന്നിലൂടെ എന്തോ ഒരു രൂപം അനങ്ങി പോകുന്നുണ്ട്. പക്ഷെ അത് വ്യക്തമല്ല. അവനും നല്ല പേടിയാവുന്നുണ്ട്. എന്തായാലും അന്നത്തെ ദിവസം കടന്നു പോവാണ്. പിറ്റേ ദിവസം തന്നെ രാവിലെ എണീറ്റ് അവൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൻ തിരിച്ചു വന്നിട്ട് അവൻ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ, അത് തുടച്ചു വെക്കുന്നുണ്ട്. എന്നാൽ ഈ തുടയ്ക്കുന്ന നേരത്ത് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആ ഒരു ഗ്ലാസ് നല്ല മുറുകെ തുടയ്ക്കുകയാണ്. അങ്ങനെ അത് പൊട്ടി അവന്റെ കയ്യിൽ കൊള്ളുന്നുണ്ട്. അതുപോലെ അവന്റെ തോളത്ത് ആ ഒരു എലി ഇരിപ്പുണ്ട്. ആ ഒരു എലീനെ തോളത്ത് നിന്ന് എടുത്ത് മാറ്റിയിട്ട് കൈയെല്ലാം വെച്ച് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മരുന്നും കഴിക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും അവൻ നേരത്തെ തല്ലി തുറന്ന ആ ഒരു ഷെൽഫിൽ നിന്ന് ഒരു റേഡിയോ ഡിവൈസിന്റെ ശബ്ദം കേൾക്കുന്നത്. അവൻ ആ ഷെൽഫിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അതൊരു റേഡിയോ ഡിവൈസ് ആണ്. അതിലൂടെ ആരോ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ താമസിച്ചിരുന്ന ആളുടെ പേര് വാക്സ് എന്നാണ്. ആ വാക്സിനോട് അപ്പുറത്തെ ടവറിലുള്ള ആരോ സംസാരിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പുറത്തെ ടവറിലുള്ള ആളും സോൾജർ ആണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ താമസിച്ച ആളും അപ്പുറത്തെ ടവറിലുള്ള ആളും നല്ല കണക്ഷൻ ആയിരുന്നു. എന്നാൽ ഇപ്പോ അയാൾ ഇവിടെ നിന്ന് പോയെന്നറിയാതെയാണ് അപ്പുറത്തെ ടവറിലെ ആള് വാക്സിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഡേവിഡ് ആ ഒരു റേഡിയോ ഡിവൈസ് എടുത്തിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഞാനാണ് വാക്സ് 7 എന്ന് പറഞ്ഞിട്ട്. അവൻ പറയുന്ന കള്ളമാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾ വാക്സ് 7 അല്ല, നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഡേവിഡ് പറയും, ഞാൻ പുതിയതായിട്ട് വന്ന സോൾജർ ആണ്, വാക്സിന് എന്തോ പറ്റിയിട്ടുണ്ട്, വാക്സിന്റെ ഹെൽത്ത് കണ്ടീഷൻ അത്ര ഓക്കെ അല്ലാത്തത് കൊണ്ട് തന്നെ അവനെ തിരിച്ച് വീട്ടിൽ പറഞ്ഞയച്ചു, അതുകൊണ്ട് ഞാൻ പുതിയ സോൾജർ ആണെന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സംസാരിക്കാനായിട്ട് വലിയ താല്പര്യമില്ല. നമ്മൾ തമ്മിൽ സംസാരിക്കാൻ പാടില്ല, അത് തെറ്റാന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. ആ ഒരു റേഡിയോ ഡിവൈസ് കട്ട് ചെയ്യാണ്. പക്ഷെ വാക്സിനോട് ആ ഒരു അപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്തൊക്കെയോ സംസാരിക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ ഡേവിഡിനോട് സംസാരിക്കാനായിട്ട് വലിയ താല്പര്യമില്ല. വീണ്ടും ഒരുപാടധികം ദിവസങ്ങൾ കടന്നു പോവാണ്. അവൻ അവന്റെ ബോസിനെ വന്ന് കാണുന്നുണ്ട്. എന്നിട്ട് ഇലക്ട്രീഷ്യൻ വരാന്ന് പറഞ്ഞിട്ട് എന്തെന്ന് ചോദിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ വലിയൊരു ആക്രമണം നടന്നായിരുന്നു. ആ ആക്രമണത്തിൽ അവിടെയുള്ള കുറെ അധികം സംഭവങ്ങൾ നശിച്ചു പോയി. സിറ്റി, അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ടിൽ താമസിക്കുന്ന കുറെ അധികം മനുഷ്യര്. അപ്പൊ അവരെയൊക്കെ നന്നാക്കാനായിട്ട് കുറെ അധികം ഇലക്ട്രീഷ്യന്മാരെ ആവശ്യമുണ്ടായിരുന്നു ആ ഒരു സ്ഥലം നന്നാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രീഷ്യൻ വരാൻ താമസിക്കുന്നതാണ് ബോസ് പറയുന്നത്. വാക്സിന് നല്ല ദേഷ്യമാവുന്നുണ്ട്. ഇതുവരെ വന്നില്ല, ഒരു 5-6 ദിവസം കഴിഞ്ഞില്ലേ, അതുകൊണ്ടാണ് അവൻ അത്രയധികം ദേഷ്യം വരുന്നത്. ഇതിനുശേഷം അവൻ കാട്ടിലോട്ട് പോകുന്നുണ്ട്. കാട്ടിൽ പോകുമ്പോൾ എന്തോ തകർന്നു കിടക്കുന്ന എന്തോ കപ്പലോ അങ്ങനെ എന്തോ സംഭവം കാണുന്നുണ്ട്. അതിനുള്ളിലോട്ട് പതിയെ നടന്നു കയറാണ്. അതിനുള്ളിൽ കയറി നോക്കുമ്പോഴാവട്ടെ ഒരമ്മയും മോളും അതിനുള്ളിലുണ്ട്. ഡേവിഡിനെ കണ്ടിട്ട് അവർ പേടിക്കുന്നുണ്ട്. ഡേവിഡ് കയ്യിലുള്ള തോക്കെല്ലാം മാറ്റി വെച്ചിട്ട് അവരോട് പറയാണ്, ഞാൻ നിങ്ങളെ രക്ഷിക്കാനായിട്ട് വന്നതാണ്, നിങ്ങളെ ഞാൻ അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുപോകാൻ പേടിക്കണ്ടെന്ന്. പക്ഷേ അമ്മയും മോളും കേൾക്കത്തില്ല. ഞങ്ങളെ വെറുതെ വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ അമ്മ മോളെ വിളിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഡേവിഡും വിടില്ല, അവരുടെ പിന്നാലെ ചെല്ലുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയും മോളും ഓടുന്ന നേരത്ത് അവരുടെ കയ്യിൽ നിന്ന് എന്തോ ഒരു സാധനം കളഞ്ഞു പോകുന്നുണ്ട്. അതും ഡേവിഡ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് അവരുടെ പിന്നാലെ ഓടുമ്പോഴാവട്ടെ അവന് പുറത്തോട്ട് പോകാൻ പറ്റാത്ത ഏരിയ ഉണ്ടല്ലോ, അവിടെ വന്ന് അവൻ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവന്റെ കാലിൽ ഷോക്ക് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവ ഇഴഞ്ഞ് പെട്ടെന്ന് പുറകിലോട്ട് മാറുകയാണ്. അവനെ കൊണ്ട് കഴിയില്ല ആ ഒരു സ്ഥലം വിട്ട് പോകാനായിട്ട്. ഇത്ര ഏരിയ അവന്റേതാണ്, അത് നോക്കിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ അമ്മയുടെയും കുഞ്ഞിന്റെയും പിന്നാലെ പോകാനായിട്ട് അവന് സാധിച്ചില്ല. ഇതിനുശേഷം അവൻ ടവറിൽ വരുന്നുണ്ട്. ടവറിൽ വന്നിരിക്കുന്ന നേരത്ത് അവിടെയുള്ള അലാം സിസ്റ്റം അവനോട് പറയാണ്, അതായത് അവന്റെ ടവറിന് നേരെ ആരൊക്കെയോ വരുന്നുണ്ട്, മനുഷ്യരാണ്. ആ മനുഷ്യരെ അവരോട് സംസാരിച്ചിട്ട് എല്ലാരെയും കൂടെ അണ്ടർഗ്രൗണ്ടിലോട്ട് പറഞ്ഞു വിടാനായിട്ടാണ് അവനോട് പറയുന്നത്. പക്ഷെ അവൻ അറിയാം ആ മനുഷ്യർ അവൻ പറയുന്നത് കേൾക്കത്തില്ല. അവർക്ക് ഭൂമിക്ക് മുകളിൽ ജീവിക്കാനായിട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ അവൻ ഈ ഒരു കാര്യം കേട്ടിട്ടും അവിടെ അനങ്ങാതിരിക്കുകയാണ്. അവന്റെ കൂട്ടുകാരനായിട്ടുള്ള കുഞ്ഞെലിയും അവിടെ തന്നെ ഉണ്ട്. ആ കുഞ്ഞെലിയോട് അവൻ സംസാരിക്കുന്നുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് 2 പെൺപിള്ളാരെ കാണത്തില്ലേ, അത് സ്വപ്നമാണ്. പക്ഷേ ഈ 57 വർഷത്തിനിടയ്ക്ക് ഒരു മനുഷ്യരും ആ ഒരു സ്വപ്നം കണ്ടിട്ടില്ല. എന്നാൽ അങ്ങനെ കാണുന്ന മനുഷ്യരെ മാനസിക രോഗികളാക്കി ഈ ഒരു ഗവൺമെന്റ് ജയിലിൽ പൂട്ടിയിടും. സ്വപ്നം കാണുന്ന മനുഷ്യരെ മാനസിക രോഗിയാക്കി ജയിലിൽ പൂട്ടിയിടും. അതുകൊണ്ട് തന്നെ ഡേവിഡും ഈ സ്വപ്നം കാണുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ കുഞ്ഞൻ എലിയോട് പറയാണ്, ഈ എലി ആരോടും തുറന്നൊന്നും പറയത്തില്ലല്ലോ. എന്തായാലും ഇത്രയധികം ദിവസം പോയത് കൊണ്ട് തന്നെ ആ എലിയും അതുപോലെ തന്നെ ഡേവിഡും നല്ല കൂട്ടായിട്ടുണ്ട്. അവന്റെ സ്വന്തം പെറ്റാണ് ഇപ്പോ. ഒരു നല്ല കൂട്ടുകാരൻ
കൂട്ടുകാരനാണ്. ഇതിനുശേഷം അന്ന് രാത്രിയാകുമ്പോൾ അവൻ കാട്ടിലോട്ട് പോകുന്നുണ്ട്. അവന് ഗവൺമെന്റിനെ നല്ല ഡൗട്ടുണ്ട്. ഇനിയിപ്പോ കുറെ അധികം മനുഷ്യരെ പറഞ്ഞു പറ്റിച്ച് വെച്ചേക്കുന്നതാണെങ്കിലോ പുറത്ത് ഏലിയൻസ് ഉണ്ട്, അതുകൊണ്ട് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പൊ കാട്ടിലോട്ട് പോകുമ്പോൾ മരത്തിലൊരു മാനാണെങ്കിൽ കൊമ്പ് കൊണ്ടുപോയി ഇടിച്ചു കയറ്റിയിട്ട് കുടുങ്ങി നിൽക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. ആ മാനിന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കുന്നില്ല. വലിയൊരു മാനാണ്. അവനൊന്നും നോക്കത്തില്ല, തോക്കെടുത്ത് ആ മാനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അതിന്റെ കൊമ്പ് മാത്രം ആ മരത്തിലിരിപ്പുണ്ട്. തല വെടിവെച്ച് ചെതറിച്ച് കളഞ്ഞു. എന്നിട്ട് അവനൊരു കത്തി എടുത്തോണ്ട് വന്നിട്ട് ആ ഒരു മാനെ വലിച്ചു കീറി പച്ച മാംസം പച്ചയ്ക്ക് തിന്നെയാണ്. കുറെ നാളായിട്ട് അവൻ ആ ഒരു ടിൻ ഫുഡ് അല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ഒരു മാംസം കിട്ടുമ്പോൾ അവൻ ആസ്വദിച്ച് കഴിക്കുകയാണ്. ഇതിനുശേഷം അവൻ നടന്ന് വലിയൊരു മരമുള്ള സ്ഥലത്ത് വരുന്നുണ്ട്. ആ മരത്തിന്റെ മുകളിൽ കയറുകയാണ്. ആ മരത്തിന്റെ മുകളിൽ കയറുമ്പോൾ അവന് ദൂരെയുള്ള ആ ഒരു ടവർ കാണാം. ആ ടവറിലോട്ട് അവൻ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? അവന്റെ കയ്യിൽ ആ ഒരു റേഡിയോ ഡിവൈസ് ഉണ്ട്. ആ റേഡിയോ ഡിവൈസ് വഴി സംസാരിക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ ടവർ കാണാം, എന്നോടൊന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ടവറിൽ നിൽക്കുന്ന ആള് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് നല്ല ദേഷ്യം വന്നിട്ട് ഇറങ്ങി വാടാന്ന് വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആകെ ദേഷ്യം വന്ന് വിഷമിച്ചിട്ട് അവൻ ആ കാട്ടിലൂടെ തിരിച്ച് നടന്നു വരുവാണ്. ഇപ്പൊ അവൻ ഹെൽമെറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ദേഹം മൊത്തം ചോരക്കറയാണ്. ആ ഹെൽമെറ്റ് എവിടെ കൊണ്ട് കളഞ്ഞെന്ന് പോലും അവൻ അറിയത്തില്ല. ചിലപ്പോ അവന്റെ ആ ടവറിൽ അവൻ വെച്ചിട്ടായിരിക്കാം വന്നിട്ടുള്ളത്. അവനിപ്പോ ഗവൺമെന്റിനെ ഒന്നും വലിയ വിശ്വാസം ഇല്ലല്ലോ, അതുകൊണ്ടാണ് ആ ഒരു ഹെൽമെറ്റ് എടുക്കാതെ വന്നത്. അങ്ങനെ നടന്നു പോകുമ്പോഴാവട്ടെ അവന്റെ ചുറ്റും വിഷവാതകം പരക്കുന്നുണ്ട്. എന്നാൽ ഹെൽമെറ്റ് ഇല്ലാതെ അവനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. അത് ശ്വസിച്ചിട്ട് അവൻ മയങ്ങി ബോധം കെട്ട് താഴെ വീഴാണ്. അവൻ ആ അരബോധത്തിൽ സൈഡിലോട്ട് നോക്കുമ്പോൾ എന്തോ ഒരു ജീവി അനങ്ങുന്നതായിട്ട് അവന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അത് എന്ത് ജീവിയാണെന്ന് അവൻ ഇപ്പോഴും വ്യക്തതയില്ല. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നു പോവാണ്. അവൻ ആ കാട്ടിൽ തന്നെ കിടക്കുന്നുണ്ട്. 29 ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് ആ ഒരു വിഷവാതകം ശ്വസിച്ചിട്ട് അവന് ബോധം വരുന്നുണ്ട്. അവൻ എണീറ്റ് അവന്റെ ടവറിൽ പോവാണ്. കുളിച്ച് കുട്ടപ്പനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പുറത്ത് നല്ല മഴ പെയ്യുന്നത്. അതുപോലെ തന്നെ പുറത്തോട് ആരോ നടക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ആരോ ഡോറിൽ കൊട്ടുന്നുണ്ട്. ഇവൻ പേടിച്ചിട്ട് അവന്റെ തോക്ക് എടുത്തിട്ട് ഡോറിന് നേരെ നടന്നു ചെന്ന് ഡോറ് തുറക്കാണ്. എന്നാൽ അത് മറ്റാരുമല്ല, ബോസ് പറഞ്ഞുവിട്ട ഇലക്ട്രീഷ്യൻ ആണ്. ഇലക്ട്രീഷ്യനെ കണ്ടതും അവന് സമാധാനം വന്നുണ്ട്. ആ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചുകൊണ്ട് അകത്ത് വരികയാണ്. ഈ ഇലക്ട്രീഷ്യൻ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ തന്നെ നമ്മുടെ ഡേവിഡിനോട് സംസാരിക്കുന്നുണ്ട്. ഡേവിഡ് അവന് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന വാക്സിനെ പറ്റി തിരക്കുമ്പോൾ വാക്സിനെ പറ്റി പറഞ്ഞു കൊടുക്കും. ഈ വാക്സ് ആണെങ്കിൽ എലിയായിട്ട് നല്ല കൂട്ടായിരുന്നു. അവനൊരു പെറ്റ് ഉണ്ടായിരുന്നു, ഒരു വെള്ള എലി. ആ എലിനെ ഇപ്പൊ കാണാനില്ല. പക്ഷേ ഈ ഒരു റൂമിൽ എലിയുടെ മണം ഉണ്ടെന്ന് ഈ ഒരു ഇലക്ട്രീഷ്യൻ പറയുന്നുണ്ട്. എന്തായാലും ഇലക്ട്രീഷ്യൻ എലികളെയൊന്നും ഇഷ്ടമല്ല. ഇലക്ട്രീഷ്യൻ അത് ചെക്ക് ചെയ്യുന്ന നേരത്ത് നമ്മുടെ പാവ എലിക്കുഞ്ഞനാണെങ്കിൽ പതിയെ ആ ഒരു ടേബിൾ കയറി മുകളിൽ വരികയാണ്. ഇലക്ട്രീഷ്യൻ ഇത് കാണുമ്പോൾ ദേഷ്യം വരും. ആ ഒരു എലിനെ ഒറ്റ തട്ടാണ്. അത് തെറിച്ചു പോയി താഴെ വീഴുന്നുണ്ട്. അതിനൊട്ടും ബോധമില്ല. ഇത് കാണുന്ന ഡേവിഡിന് ആകെ ദേഷ്യവും സങ്കടവും വന്നിട്ട് ആ ഒരു എലീനെ വന്ന് എടുക്കുകയാണ്. ഇത് കാണുന്ന ഇലക്ട്രീഷ്യന് കാര്യം മനസ്സിലായി. വാക്സിനെ പോലെ തന്നെ ഡേവിഡും ഈ എലീനെ എടുത്ത് വളർത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇപ്പൊ ഡേവിഡ് ആ എലീനെ എങ്ങനെയെങ്കിലുമൊക്കെ ഞെക്കി അതിന് ബോധം കൊണ്ടുവരാണ്. ചെറിയ രീതിയിൽ CPR കൊടുത്തതാണ്. ഇപ്പൊ ഡേവിഡിന്റെ സങ്കടം കണ്ടിട്ട് ഇയാളാണെങ്കിൽ ഡേവിഡിനെ കളിയാക്കുകയാണ്. എന്താ നിനക്ക് വയ്യേ, അതൊരു എലിയാണ്, എന്നാ പിന്നെ നീ ആ ഒരു എലിക്ക് കിസ് കൊടുക്കടാന്ന് പറഞ്ഞിട്ട് അവനെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഡേവിഡിന് ഒരുപാട് ദേഷ്യം വന്നിട്ട് അവന്റെ തോക്കെടുത്ത് ആ ഒരു ഇലക്ട്രീഷ്യന് നേരെ ചൂണ്ടും. എന്നാൽ ഇലക്ട്രീഷ്യന് പേടിയില്ല. നീ ധൈര്യം ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യടാന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഡേവിഡ് വിട്ടുകൊടുക്കത്തില്ല. ആ ഒരു ഇലക്ട്രീഷ്യനെ ഷൂട്ട് ചെയ്യുന്നില്ല, പകരം നല്ല ഇടി വെച്ച് കൊടുക്കുകയാണ്. തോക്കിനും ഇടിക്കുന്നുണ്ട്. ലാസ്റ്റ് മുഖമെല്ലാം മുറിയുന്നുണ്ട്. ഇപ്പൊ ഇയാളെ വെറുതെ വിടണമെങ്കിൽ ഡേവിഡിന് മുമ്പേ ഇവിടെ താമസിച്ചിരുന്ന വാക്സിന്റെ CCTV എല്ലാം തിരിച്ചെടുക്കാനായിട്ട് പറയും. അത് ഡേവിഡിന് എടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇയാളോട് ആ ഒരു ഡേറ്റ എല്ലാം തിരിച്ചെടുക്കാനായിട്ട് പറയാണ്. ഇയാളെ കൊണ്ട് അത് സാധിക്കും. ഇയാൾ ലാസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റാതെ ആ ഒരു കാര്യങ്ങൾ എടുത്തു കൊടുക്കുകയാണ്. പക്ഷെ അങ്ങനെ എടുക്കണമെങ്കിൽ തന്നെ ഒരാളുടെ കൂടെ ID വേണം. ഇപ്പൊ നമ്മുടെ ഡേവിഡിന് ഒരു ID ഇല്ലേ, ആ ഒരു ID ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഒരു 4 ഡിജിറ്റ് കോഡാണ്. ഇനി ഒരാളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു CCTV വിഷ്വൽസ് തിരിച്ചെടുക്കാനായിട്ട് പറ്റൂ. അപ്പൊ അതാരുടെ എടുക്കുമെന്ന് ഡേവിഡിന് അറിയത്തില്ല. ഇലക്ട്രീഷ്യന്റെ ആണെങ്കിൽ പറ്റത്തുമില്ല. ഇപ്പൊ ഇയാളാണെങ്കിൽ ഡേവിഡിന്റെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഡേവിഡിനോട് നിന്റെ എലി ഇതോ പോകുന്നെന്ന് പറയും. ഇവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ അവിടെ നിന്നൊരു വലിയ കമ്പി എടുത്ത് ഡേവിഡിന്റെ വയറ്റിൽ കുത്തിക്കയറ്റാണ്. പക്ഷെ ഡേവിഡ് വിടത്തില്ല. അയാളുമായിട്ട് തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഡേവിഡിന് ഒട്ടും വയ്യ, മറ്റേ ആൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. രണ്ടുപേരും തമ്മി നല്ല അടിയാവുന്നുണ്ട്. അങ്ങനെ ഈ അടിയുടെ അവസാനത്തിൽ ഡേവിഡ് ആണെങ്കിൽ അയാളെ താഴെ പിടിച്ച് കിടത്തിയിട്ട് അയാളുടെ തൊണ്ടയിൽ തന്നെ ഒരു ഡിവൈസ് ഉണ്ട്. ഇയാൾക്ക് സ്വന്തമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. ഡിവൈസ് വെച്ചിട്ട് അത് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ആ ഒരു ഡിവൈസിൽ നല്ല രീതിയിൽ അമർത്തുമ്പോൾ ഇയാളുടെ കഴുത്തിലുള്ള നരമ്പ് വഴി ബ്ലഡ് കയറിയിട്ട് കണ്ണിലെത്തുന്നുണ്ട്. അങ്ങനെ ഇയാൾക്ക് വേദന കാരണം ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവസാനം ഇയാൾ ക്ഷീണിച്ച് തളർന്ന ഒരു സ്ഥലത്ത് കിടക്കാണ്. എന്നിട്ട് ഡേവിഡിനോട് സംസാരിക്കും. ഇപ്പൊ ഡേവിഡ് തോക്കും ചൂണ്ടി ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണല്ലോ. ഇയാൾ വയ്യാതെ കിടക്കുമ്പോൾ ഇയാൾ ഒരു കാര്യം പറയുന്നുണ്ട്. പണ്ട് ഇയാളും ഇയാളുടെ കൂട്ടുകാരനും പിന്നെ വേറെ കുറെ സോൾജേഴ്സും കൂടെ ഒരു മിഷന് പോയി. ആ ഒരു ഏലിയൻസിനെ കൊല്ലാനായിട്ടാണ് പോയത്. പക്ഷേ ആ ഏലിയൻസ് എവരെ വന്ന് ആക്രമിച്ചു, കൂടെയുള്ള എല്ലാരെയും കൊന്നു. കൂട്ടുകാരനെ ആണെങ്കിൽ വലിച്ചു കീറി കൊന്നു കളഞ്ഞു. പക്ഷെ ഇയാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. എന്നാൽ ആ അപകടത്തില് ഏലിയൻസ് ആക്രമിച്ചത് കൊണ്ടാണ് ഇയാളുടെ തൊണ്ടയ്ക്ക് പ്രശ്നം വന്നത്, സംസാരിക്കാനായിട്ടുള്ള കഴിവ് നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ആ ഒരു ജീവികൾ ഒരു വല്ലാത്ത രീതിയിൽ അലറും. ആ ഒരു അലർച്ച കേൾക്കുമ്പോൾ മനുഷ്യന്മാരുടെ ചെവിയിൽ നിന്ന് ചോര വരും. ഈ ഒരു കാര്യങ്ങളൊക്കെ ഡേവിഡിനോട് പറയാണ്. പക്ഷെ ഡേവിഡ് ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അയാളെ തൂക്കി എടുത്തുകൊണ്ട്
കൊണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബേസ്മെന്റ് ഉണ്ടല്ലോ, ടവറിന്റെ ഇപ്പുറത്തായിട്ട് ആ ഒരു ബേസ്മെന്റിൽ കൊണ്ടുവന്ന് പൂട്ടിയിടുകയാണ്. അതായത് ഈ ഇലക്ട്രീഷ്യൻ പറഞ്ഞില്ലേ, ഒരു സോൾജറിന്റെ കൂടെ ഐഡി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഡേറ്റ എല്ലാം ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു CCTV എല്ലാം എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം എടുത്തതിന് ശേഷം മാത്രം ഇയാളെ വെറുതെ വിടാന്നാണ് നമ്മുടെ ഡേവിഡ് കരുതുന്നത്. അതിനിപ്പം ഐഡി കിട്ടാനായിട്ട് എളുപ്പമല്ലേ, വാക്സിന്റെ കൂട്ടുകാരനായിട്ടുള്ള അപ്പുറത്തെ ടവറിൽ നിൽക്കുന്ന ആ സോൾജറിനോട് പറഞ്ഞാൽ പോരെ, വാക്സിൻ എന്താ സംഭവിച്ചതെന്ന് ആ ഒരു സോൾജറിനും അറിയണമെന്ന് ആഗ്രഹം കാണും. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് നമ്മുടെ ഡേവിഡ് തീരുമാനിക്കുകയാണ്. ഇതിനുശേഷം അവൻ അവന്റെ ബോസിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. അവന്റെ ദേഹത്തെല്ലാം മുറിവാണ്. ബോസിന് എന്തൊക്കെ സംശയങ്ങൾ തോന്നുന്നുണ്ട്, അവനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങ് സോൾവ് ചെയ്യാണ്. അതിനുശേഷം ബോസുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അവൻ ആ ഒരു റേഡിയോ ഡിവൈസ് എടുത്തിട്ട് അപ്പുറത്തെ ടവറിലുള്ള സോൾജറിനെ വിളിക്കുന്നുണ്ട്. ആ സോൾജറിനോട് കാര്യം പറയും. ഇപ്രാവശ്യം കാര്യം പറയുമ്പോൾ ആ ഒരു സോൾജർ നമ്മുടെ ഡേവിഡിനോട് സംസാരിക്കുകയാണ്. കാരണം വാക്സിന്റെ കാര്യമല്ലേ പറയുന്നത്, വാക്സിൻ എന്താ സംഭവിച്ചതെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല. ആ ഒരു CCTV എടുക്കാം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഡേവിഡിന് അപ്പുറത്തെ സോൾജർ ID പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു ID കമ്പ്യൂട്ടറിൽ അടിക്കുന്ന നേരത്താവട്ടെ പഴയ CCTV എല്ലാം ഇവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഡേവിഡ് ആ CCTV പരിശോധിക്കുന്ന നേരത്ത് വാക്സിൻ എന്താ പറ്റിയെന്ന് അറിയാമോ, വാക്സ് കുറെ ദിവസം ഇവിടെ താമസിച്ച് ഒറ്റപ്പെട്ടിട്ടാണെങ്കിൽ അവസാനം പ്രാന്തായതാണ്. മാനസിക നില തെറ്റിയിട്ട് സ്വന്തം തല കൊണ്ടുവന്ന് ഭിത്തിയിലിടിച്ച് അവിടെ എല്ലാം ചോരക്കറ പറ്റി. നേരത്തെ നമ്മുടെ ഡേവിഡ് ഒരു ചോരക്കറ കണ്ടില്ലേ, അത് വാക്സ് കൊണ്ടുവന്ന് തലയിടിച്ചതാണ്. പിന്നീട് വാക്സിൻ എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല. അവന് മാനസിക നില തെറ്റുന്നത് വരെ ആ ഒരു CCTV വിഷ്വൽസിലുള്ളൂ. ഇപ്പം റേഡിയോ ഡിവൈസ് എടുത്തിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനോട് ഈ ഒരു കാര്യം പറയും. എന്തായാലും അതും പറഞ്ഞിട്ട് റേഡിയോ ഡിവൈസ് കട്ട് ചെയ്യാണ്. വാക്സ് ആകെ ദേഷ്യപ്പെട്ട് അവിടെ ഇരിക്കുന്ന നേരത്താവട്ടെ അവിടെ തന്നെ കുറച്ച് അലാമില്ലേ, അത് ബീപ്പ് അടിക്കാനായിട്ട് തുടങ്ങും. തൊട്ടടുത്ത് എവിടെ ഏലിയൻസ് ആക്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ആകെ ദേഷ്യം വന്നിട്ട് അവിടെ തന്നെ ഒരു ടിൻ ഇരിപ്പുണ്ടായിരുന്നു. ആ ടിൻ എടുത്തിട്ട് അവൻ വലിച്ചെറിയാണ്. എന്നിട്ട് അവിടെയുള്ള ആ ഒരു അലാം അടിക്കുന്ന ഡിവൈസില് അതൊക്കെ അടിച്ച് തകർക്കുന്നുണ്ട്. അവന് നല്ല ദേഷ്യമാവുന്നുണ്ട്. അവൻ വിചാരിക്കുന്നത് ഗവൺമെന്റ് അവരെ പറ്റിക്കുന്നതാണ്, അങ്ങനെ ഏലിയൻസ് ഒന്നും ഇല്ലാന്നാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ അവന്റെ ദേഷ്യം എല്ലാം മാറുന്നുണ്ട്. അവന്റെ എലിക്കുഞ്ഞിനെ അവൻ തിരക്കാണ്. നോക്കുമ്പോൾ ആ ഒരു എലിയാണെങ്കിൽ ആ ടിന്നിലുണ്ടായിരുന്നു. ആ ടിന്നെടുത്ത് എറിഞ്ഞ നേരത്ത് ആ ഒരു എലി മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ ചത്തുപോയി. ആ ഒരു എലിയെ കയ്യിലെടുത്ത് വെച്ചിട്ട് അവൻ ഒരുപാട് വിഷമിച്ചിരുന്ന് കരയാണ്. അവന്റെ കയ്യിലുള്ള അല്ലെങ്കിൽ കുറച്ചു നേരത്തെ ദേഷ്യം കാരണമാണ് ആ എലി ചത്തുപോയത്. ഈ ഒരു സങ്കടത്തിൽ അവനാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ദേഹത്തൊന്നും ഡ്രസ്സ് ഇട്ടിട്ടില്ല. ഡ്രസ്സ് ഒന്നും ഇടാതെ കാട്ടിലോട്ട് ഇറങ്ങി വന്നിട്ട് ആ ഒരു കാട്ടിൽ അങ്ങനെ കിടക്കുകയാണ്. കുറെ നേരം കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡേവിഡ് ആണെങ്കിൽ അവിടെ കിടക്കുന്ന നേരത്ത് എന്തോ ഒരു ജീവി അവിടെ നിന്ന് പൊങ്ങി വരികയാണ്. ഇത് കണ്ട് പേടിച്ചിട്ടാണെങ്കിൽ അവൻ അവിടെ ഓടാനായിട്ട് തുടങ്ങും. പക്ഷെ ആ ജീവിയും അവന്റെ പിന്നാലെ ഓടി വരികയാണ്. എത്രയെന്ന് വെച്ചിട്ടാ അവൻ ഓടാൻ ശ്രമിക്കുന്നത്. അവിടെ തന്നെ അവൻ അന്ന് വെടിവെച്ച് കൊന്ന ആ ഒരു മാന്റെ കൊമ്പ് ഇരിപ്പുണ്ട് മരത്തില്. അതിന് നേരെ ഓടി ചെന്നിട്ട് ആ ഒരു കൊമ്പ് വലിച്ചൂരി അവന്റെ പിന്നാലെ വരുന്ന ജീവിയുടെ വയറ്റിൽ തന്നെ കുത്തിക്കയറ്റാണ്. പല തവണയായിട്ട് കുത്തി അതിനെ കൊന്നു കളയുന്നുണ്ട്. കൊന്നു കളഞ്ഞിട്ട് അവൻ നോക്കുമ്പോഴാവട്ടെ അത് മറ്റാരുമല്ല, ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ആ ഒരു വാക്സ് ആണ്. വാക്സിന് പ്രാന്തായിട്ട് അവൻ കാട്ടിൽ വന്ന് താമസിക്കാനായിട്ട് തുടങ്ങിയതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഡേവിഡ് ഒരു രൂപം കാണത്തില്ലേ, അത് മറ്റൊന്നുമല്ല ഈ വാക്സിന്റെ രൂപം തന്നെയാണ്. പക്ഷെ എന്തൊക്കെ കോലം കെട്ടിയിട്ട് വന്യമൃഗങ്ങളെ പോലെ ഇങ്ങനെ നടന്നതാണ്. ഇത് കണ്ടിട്ടാണ് ഡേവിഡ് പേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഡേവിഡിന് കാര്യം മനസ്സിലായി. അവൻ തിരിച്ച് ടവറിൽ വന്നിട്ട് നമ്മുടെ സോൾജറിനോട് കാര്യം പറയാണ്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന സോൾജറിനോട് കാര്യം പറയാണ്. ഇത് കണക്ക് വാക്സ് മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവന് പ്രാന്ത് കയറി കാട്ടിൽ പോയതാണ്, അതുപോലെ തന്നെ ഏലിയൻസ് ഒന്നും ഇല്ല, അത് ഞാൻ നിനക്ക് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മറ്റേ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന സോൾജറിനെ കാണാനായിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ ഡേവിഡ് വോക്കി ടോക്കി കട്ട് ചെയ്യാണ്. ഡേവിഡ് റേഡിയോ ഡിവൈസ് കട്ട് ചെയ്തിട്ട് നേരെ ബേസ്മെന്റിൽ പൂട്ടിയിട്ടേക്കുന്ന അയാളെ ചെന്ന് കാണാണ്. ആ ഒരു ബങ്കറില് ഇലക്ട്രീഷ്യനെ പോയി കണ്ടിട്ട് ഇലക്ട്രീഷ്യനോട് എങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി ഡിവൈസ് അറിയാതെ പുറത്തു പോകാന്ന് ചോദിക്കും. അതായത് ഡേവിഡ് ഒരു സ്ഥലത്തുനിന്ന് പുറത്തോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ ഷോക്ക് അടിച്ച് താഴെ വീഴുന്നില്ലേ, അതിപ്പോ എങ്ങനെ ഷോക്ക് അടിക്കാതെ പുറത്തു പോകാന്നാണ് ഇലക്ട്രീഷ്യനോട് ഡേവിഡ് ചോദിച്ചത്. അപ്പൊ അതിനായിട്ട് ഇലക്ട്രീഷ്യൻ എന്തോ ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രീഷ്യനെ വെറുതെ വിടുകയാണ്. ഇവിടുന്ന് പൊയ്ക്കോളാൻ പറയുന്നുണ്ട്. പിന്നീട് ഡേവിഡ് ആണെങ്കിൽ അവന്റെ സാധനങ്ങളൊക്കെ എടുത്ത് റെഡി ആവുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ ഒരു ചിത്രം വരച്ചിട്ട് അവൻ ഷെൽഫിൽ ഒട്ടിക്കുന്നുണ്ട്. ഇനി അടുത്ത ആള് വരുമ്പോൾ ആൾക്ക് മനസ്സിലാവണ്ടേ ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ആളാണ് ഡേവിഡ് എന്ന്. എന്തായാലും ഡേവിഡ് പുറത്തോട്ടിറങ്ങി നിൽക്കുമ്പോഴാവട്ടെ മറ്റേ ആള്, അതായത് ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ അയാൾ വന്ന വണ്ടിയിൽ കയറിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. എന്തായാലും ഇപ്പൊ പകലായിട്ടുണ്ട്. അവൻ ആ കാട്ടിലൂടെ അങ്ങനെ നടക്കാനായിട്ട് തുടങ്ങും. രാത്രി സമയമാവും. നടന്ന് അങ്ങനെ അവൻ അവന്റെ എലീനെ എടുത്ത് കുഴിച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തീ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ട്. ആ ഒരു തീയിൽ അവന്റെ വലിയ തോക്ക് എടുത്തിടുകയാണ്. ആ ഒരു തോക്ക് അവൻ കത്തിച്ച് കളയാണ്. അതുപോലെ തന്നെ അവനൊരു ഏരിയ വിട്ട് പോകാനായിട്ട് സാധിക്കത്തില്ലല്ലോ. ആ ഒരു ഏരിയ വരുമ്പോൾ അവനെ ഷോക്ക് അടിക്കുന്നുണ്ട്. അപ്പൊ അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ആ ഒരു ഷോക്ക് അടി ഏറ്റുകൊണ്ട് തന്നെ അവൻ താഴെ കുഴിക്കാനായിട്ട് തുടങ്ങും. അതിന്റെ അടിയിൽ കൂടെ കുറച്ചധികം വയറ് പോയിട്ടുണ്ട്. അതെല്ലാം കട്ട് ചെയ്ത് കളയുന്ന നേരത്ത് അവന് ഷോക്ക് അടിക്കുന്നില്ല. അതേപോലെ തന്നെ അവന്റെ ടവറിൽ മെസ്സേജും ചെന്നിട്ടുണ്ട്, സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം ഡീആക്ടിവേറ്റ് ആയെന്ന് പറഞ്ഞിട്ട്. ഇതിനുശേഷം അവൻ അതുവഴി നടന്നിട്ട് ആ ഒരു വലിയ ടവറുള്ള സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. വാക്സിന്റെ കൂട്ടുകാരൻ സോൾജർ ഉള്ള സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. ടവറിന് മുകളിലോട്ട് കയറി ചെല്ലുകയാണ്. എന്നാൽ ആ ടവറിൽ ആരെയും കാണാനില്ല. അത് മാത്രമല്ല ആ ടവർ എല്ലാം തകർന്ന് കിടക്കുകയാണ്. സൈഡിലോട്ട് നോക്കുമ്പോഴാവട്ടെ ആ സോൾജറിന്റെ ശരീരം എല്ലാം വലിച്ചു കീറി അവന്റെ ദേഹത്തുള്ള കൊടൽമാലയും എല്ലാം എടുത്ത് പുറത്തിട്ടേക്കുന്നു. പെട്ടെന്നായിരിക്കും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ആ ഒരു ശബ്ദം കേട്ടതും നമ്മുടെ ഡേവിഡിന് അത് താങ്ങാനായിട്ട്
സാധിക്കുന്നില്ല. അവരുടെ ചെവിയിൽ നിന്ന് നല്ല രീതിയിൽ ചോര വരുന്നുണ്ട്. വല്ലാത്തൊരു ശബ്ദം. അത് ഏലിയന്റെ ശബ്ദമാണ്. കാരണം നമ്മുടെ ഇലക്ട്രീഷ്യൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ശബ്ദം കേട്ടാൽ മനുഷ്യനത് താങ്ങാനായിട്ട് സാധിക്കത്തില്ല, മനുഷ്യന്റെ ചെവിയിൽ നിന്ന് ചോര വരുമെന്ന്. സംഭവം സത്യമാണ്. അവൻ പുറത്തോട്ട് വന്ന് നോക്കുമ്പോഴാവട്ടെ ആ ഏലിയൻസിനെ ആക്രമിക്കാനായിട്ട് കുറേയധികം വിമാനങ്ങളൊക്കെ വന്ന് ആ ഒരു ജീവിനെ ആക്രമിക്കുന്നുണ്ട്, ആ ഒരു ഏലിയനെ ആക്രമിക്കുന്നുണ്ട്. എന്തായാലും ഇത് കണ്ട് പേടിച്ചിട്ടാണെങ്കിൽ അവൻ അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങും. ഇപ്പൊ ഓടുമ്പോൾ അവൻ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഗവൺമെന്റിന് അവന് വിശ്വാസമായി, അങ്ങനെ ഏലിയൻ ഉണ്ടെന്ന് അവന് മനസ്സിലായി. ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും മറ്റേ ഇലക്ട്രീഷ്യൻ വണ്ടി എടുത്തിട്ട് അതുവഴി വരുന്നത്. നമ്മുടെ ഡേവിഡിനെ വിളിക്കുന്നുണ്ട്, ബാ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാന്ന് പറഞ്ഞിട്ട്. ഇലക്ട്രീഷ്യൻ ഒരു പാവം മനുഷ്യനാണ്. ഡേവിഡ് ഇത് കണ്ടിട്ട് ഇലക്ട്രീഷ്യന്റെ അടുത്തോട്ട് ഓടാനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു വലിയ മൃഗം, ആ ഒരു ഏലിയൻ വന്നിട്ട് ഇലക്ട്രീഷ്യനെ എടുത്ത് കഴിക്കുകയാണ്. ചവച്ച് തുപ്പിക്കളയുന്നുണ്ട്. ഇലക്ട്രീഷ്യന്റെ തല മാത്രമേ ബാക്കിയുള്ളൂ. ഇത് കണ്ടിട്ട് അവൻ അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ കുറെ അധികം വിമാനങ്ങളൊക്കെ അവനെ ആക്രമിക്കാനായിട്ടും വരുന്നുണ്ട്. അവനെയല്ല, ഈ ഏലിയനെയാണ് ആക്രമിക്കുന്നത്. പക്ഷേ മിസൈൽസ് വന്ന് പതിക്കുമ്പോൾ അവനും അത് ഏൽക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവൻ ഓടി ആ ഒരു ബങ്കറിന്റെ അടുത്ത് വരുന്നുണ്ട്. അവന്റെ ടവറിന്റെ അടുത്തുള്ള ആ ഒരു ബങ്കർ. ആ ബങ്കറിനുള്ളിൽ കയറാനായിട്ട് നോക്കുമ്പോൾ അത് നടക്കുന്നില്ല. കാരണം അവന്റെ കയ്യിലുള്ള ആ ഒരു ഡിവൈസ് ഒക്കെ അവൻ അടിച്ചു പൊട്ടിച്ച് കളഞ്ഞു. കാരണം ഗവൺമെന്റിന്റെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ അത് വർക്കാവുന്നില്ല. അവസാനം എങ്ങനെയൊക്കെ പാസ്വേഡ് അടിച്ചിട്ട് അതിനുള്ളിൽ കയറുകയാണ്. അതിന്റെ ഉള്ളിൽ കയറി അവ ഇരിക്കുന്നുണ്ട്. അതല്ല, അതിനുള്ളിൽ ഒരു ഡോറുണ്ട്. ആ ഡോറൊക്കെ അടച്ചിട്ട് സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവന്റെ കയ്യിൽ തന്നെ തോക്കുണ്ട്. ആ തോക്കും പിടിച്ചിട്ടിരിക്കുമ്പോൾ ആ ഒരു ഏലിയൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞു. അതൊരു വലിയ ജീവിയാണ്. ആ ജീവി വന്നിട്ട് ആ ഡോറെല്ലാം അടിച്ച് തകർക്കാണ്. അതുപോലെ തന്നെ ആ ജീവി ഇടിക്കുന്ന ആ ഒരു ഫോഴ്സ് കാരണം, അല്ലെങ്കിൽ ആ ഒരു ആഘാതം കാരണം ആ ഒരു ബങ്കറെല്ലാം പൊളിയുന്നുണ്ട്. അതെങ്ങനെയെങ്കിലുമൊക്കെ പൊളിച്ചിട്ട് നമ്മുടെ ഡേവിഡിന്റെ അടുത്ത് വരുന്നുണ്ട്. ഡേവിഡും ആകെ പേടിച്ചിട്ട് അങ്ങനെ ഇരുന്ന് പോവാണ്. ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവസാനം ആ ഒരു ജീവി വന്ന് ഡേവിഡിനെ അങ്ങ് കഴിക്കുകയാണ്. എന്തായാലും ഏലിയൻസ് ഉണ്ടായിരുന്നു. അത് ഡേവിഡിന് മനസ്സിലായില്ല. ഡേവിഡിന്റെ സംശയം കാരണം ഡേവിഡിന്റെ ജീവനും നഷ്ടപ്പെട്ടു. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ, ബൈ.